ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ രശ്മി, ലൈഫ് കോച്ച്, മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് സക്സസ് കോച്ച്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, ഇന്ന് ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സമൃദ്ധിയെക്കുറിച്ചുള്ള ചിന്തകൾ സമൃദ്ധി കൊണ്ടുവരുന്നു, ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ ദാരിദ്ര്യവും. സ്റ്റീഫൻ കോവയുടെ വാക്കുകളാണിവ. നമ്മുടെ ചിന്തയുടെ ഫലമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് വേണ്ട കാര്യങ്ങളിൽ മാത്രമായിരിക്കണം. എൻ്റെ പ്രിയ സുഹൃത്ത് ജീവിതത്തിൽ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ദൂരയാത്ര പോകുന്നതായി സങ്കല്പിക്കുക. ആ യാത്രയ്ക്ക് വേണ്ടി ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യും. ഓരോ ദിവസവും പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ചും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കും. ഈ യാത്രയിൽ ആവശ്യമുള്ളതെല്ലാം ബാഗിൽ കരുതും. പണം, വസ്ത്രങ്ങൾ, മരുന്നുകൾ എല്ലാം എടുത്തിട്ടൊന്ന് വീണ്ടും വീണ്ടും ഉറപ്പുവരുത്തും. നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെ ഒരു യാത്രയാണ്. ഈ ലോകത്തിലെ ഓരോ ദിവസവും പ്രപഞ്ച സൃഷ്ടാവ് നമുക്ക് സമ്മാനമായി തന്നതാണ് ഈ ജീവിതം. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള യാത്രയാണ് ഓരോ ദിവസവും. എന്നാൽ ഇതൊന്നും ഭൂരിഭാഗം പേരും മനസ്സിലാക്കാറില്ല. ജീവിതയാത്രയ്ക്ക് നമുക്ക് യാഥാർത്ഥ്യത്തിൽ ആവശ്യമുള്ളതൊന്നും കയ്യിൽ കരുതാതെ, ലക്ഷ്യങ്ങൾ അറിയാതെ ആർക്കോ വേണ്ടി യാത്ര ചെയ്യുകയാണ് ഭൂരിഭാഗം പേരും. ഈ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമ്മൾ ഒരുമിച്ച് പുതിയൊരു യാത്രയ്ക്ക് തുടക്കമിടുകയാണ്. ധനത്തിലേക്കും സമൃദ്ധിയിലേക്കുമുള്ളൊരു യാത്ര, ആഗ്രഹിക്കുന്ന സമ്പത്ത് നേടിയെടുക്കാനുള്ള യാത്ര. നമുക്ക് ഈ ലോകത്ത് വളരെയധികം ആവശ്യമുള്ള ഒന്നാണ് പണം. ഒരു ദിവസം പോലും പണമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ചിലർ വളരെ അനായാസമായി സമ്പത്തുണ്ടാക്കുമ്പോൾ മറ്റു ചിലർക്ക് ഒരുപാട് ശ്രമിച്ചിട്ടും സമ്പത്തിനെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്ന സമ്പത്ത് എന്നിലേക്ക് വരാത്തത് എന്ന് നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാകും. അതിനുള്ള ഉത്തരമാണ് മനസ്സ്, സമ്പത്ത്, സമൃദ്ധി. സമ്പത്തിനെക്കുറിച്ച് നമ്മൾ ഇത്രയും നാൾ വെച്ച് പുലർത്തിയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി നമ്മുടെ ചിന്തകളിലും ധാരണകളിലും മനോഭാവത്തിലുമൊക്കെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. സമ്പത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിയാൽ അർത്ഥവത്തായ രീതിയിൽ ജീവിതം നയിക്കാനാവും. സമൃദ്ധിയുടേതായ അനുഭവത്തിൽ ജീവിക്കാനും എല്ലാറ്റിനും ഉപരിയായി നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനും സാധിക്കും. ലോകത്തിൽ നിരവധി ആളുകൾ തങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും സമ്പത്ത് നേടാനായി ഈ മാർഗമാണ് ഉപയോഗിക്കുന്നത്. എന്താണ് സമ്പത്ത്? സമ്പത്തിനെക്കുറിച്ച് ഭൂരിപക്ഷം പേർക്കും വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. യാഥാർത്ഥ്യത്തിൽ നമ്മുടെ കയ്യിലുള്ള കറൻസി നോട്ടുകളല്ല ഇവിടെ നാം സമ്പത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉപബോധ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു ബോധ്യമാണ് സമ്പത്ത്. പേഴ്സിലല്ല ആദ്യം പണം ഉണ്ടാകേണ്ടത്, പകരം നമ്മുടെ മനസ്സിലേക്ക് സമ്പത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ചിന്തകൾ കൊണ്ടുവരുന്നതാണ് സമ്പത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാനുള്ള ആദ്യ ചുവട്. ലോകത്തിലെ മറ്റേതൊരു ഉൽപ്പന്നത്തേക്കാൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്നത് പണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് പണം, എങ്ങനെയാണ് പണം നേടേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിരിക്കണം. 95% പേർ അവർക്ക് കിട്ടുന്നത് കൊണ്ട് ജീവിതത്തിൽ തൃപ്തിപ്പെടുന്നു. കൂടുതൽ പണം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ മനസ്സിൻ്റെ ശക്തി അറിയാതെ ഇല്ലായ്മയുടെയും നെഗറ്റിവിറ്റിയുടെയും മനസ്സുമായി കഴിയുന്നവർ ദാരിദ്ര്യത്തിൻ്റെതായ സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത്. സമൃദ്ധിയുടേതായ ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരിലേക്ക് അവർക്ക് ആവശ്യമുള്ളതെല്ലാം വന്നു ചേരും. സാമ്പത്തിക ലക്ഷ്യങ്ങൾ അഥവാ വെൽത്ത് ഗോൾസ് നേടാനായി ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ജോസഫ് മർഫിയുടെ ഹൗ ടു അട്രാക്റ്റ് മണി. സമ്പത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ഉപബോധ മനസ്സിൻ്റെ ശക്തി എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത്. നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളുമാണ് നമ്മുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ പണം ആകർഷിക്കണമെങ്കിൽ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണെന്ന് മർഫി പറയുന്നു.
പുസ്തകത്തിൽ മർഫി ഊന്നി പറയുന്ന 5 കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണ്. 1. നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളുമാണ് നമ്മുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നത്. 2. സമ്പത്തുൾപ്പെടെ നാം ആഗ്രഹിക്കുന്നതെന്തും സൃഷ്ടിക്കാനുള്ള ശക്തി നമ്മുടെ ഉപബോധ മനസ്സിനുണ്ട്. നമുക്ക് ഇപ്പോഴുള്ള പണത്തെ ഓർത്ത് നാം നന്ദിയുള്ളവരായിരിക്കുക. ഒപ്പം നാം ആഗ്രഹിക്കുന്ന പണം നേടാനുള്ള അർഹത നമുക്കുണ്ടെന്ന് വിശ്വസിക്കുക. 4. അഫർമേഷൻസുകളും വിഷ്വലൈസേഷനുകളും ഒക്കെ ഉപയോഗിച്ച് പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇതുവരെയുള്ള ചിന്തകളിലും വിശ്വാസങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആഗ്രഹിക്കുന്ന ഫിനാൻഷ്യൽ ഗോളിലേക്ക് നമുക്ക് വേഗത്തിൽ എത്താൻ സാധിക്കുന്നത്. 5. മാനിഫെസ്റ്റേഷനോടൊപ്പം നാം ആഗ്രഹിക്കുന്ന സാമ്പത്തിക ജീവിതത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ചില ആക്ഷനുകൾ കൂടി എടുക്കുക.